തന്നെയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ലോ കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ KSU പ്രതിഷേധിക്കുകയാണ്. പോലീസുമായി ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. കോഴിക്കോട് ലോ കോളേജിലാണ് KSUവിൻ്റെ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായത്. പോലീസ് ഇപ്പോൾ ആ പ്രവർത്തകരെ അവിടെ നീക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് ലോ കോളേജിൽ KSUവിൻ്റെ പ്രതിഷേധം, പോലീസുമായി വാക്കുതർക്കം, പിന്നീട് ചെറിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ ഉന്തും തള്ളുമുണ്ടായി. യൂണിയൻ ഉദ്ഘാടനം നടക്കുന്നതിന് സമീപത്താണ് പ്രതിഷേധം നടക്കുന്നത് എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, രാവിലെയും ഇവിടെ KSU SFI സംഘർഷമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സംഘർഷത്തിന് കാരണം എന്താണ്? അനുജ, നിലവിലിപ്പോൾ കോളേജിലെ യൂണിയൻ ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചിൻ ദേവ് MLA ആണ് യൂണിയൻ ഇനോഗ്രേഷൻ നടക്കുന്നത്. അതിനിടയിലേക്കാണ് ഇപ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. നേരത്തെ ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. നേരിയ സംഘർഷമുണ്ടാവുകയും തുടർന്ന് SFI പ്രവർത്തകരായ 2 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്തവർ ഈ യൂണിയൻ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് KSUവിന്റെ ആരോപണം. അതിനാലാണ് ഇപ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി ഈ ഇനോഗ്രേഷൻ നടക്കുന്ന അവിടേക്ക് എത്തിയത്. അത് പോലീസ് തൊട്ടിപ്പുറത്ത് വെച്ച് തടഞ്ഞു. പിന്നീടാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായത്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുകയാണ്. നിരവധി KSU പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയത്. പോലീസും ഇവിടെ അതുപോലെ തന്നെ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നുണ്ട്. നിലവിൽ പ്രവർത്തകരെ ഒന്നാകെ ഇവിടെ നിന്ന് പോലീസ് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ഇന്നലെ രാത്രി ഇവിടെ യൂണിയൻ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും നേരെ തിരിച്ച് SFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റുവെന്ന് SFIയുടെ യൂണിയൻ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു സംഘർഷത്തിന് വഴിമാറുകയാണ്. KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുകയാണ്. ഒരു സംഘർഷ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. കോഴിക്കോട് ലോ കോളേജിലാണ് KSU പ്രതിഷേധം അരങ്ങേറുന്നത്. അവിടെ യൂണിയൻ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം. സച്ചിൻ ദേവ് MLA ആണ് യൂണിയൻ ഇനോഗ്രേഷൻ നടത്തുന്നത്. അതിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് KSUക്കാരുടെ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുകയാണ്. മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം അത് പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നു തുടരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ ഈ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണോ? തന്നെയുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രവർത്തകർ എന്തിനാണ് ഈ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നിലവിൽ അവർ ഉന്നയിക്കുന്നത്. ഈ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ നിലവിൽ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്ന കാഴ്ചയാണ്. എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ്? അതായത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഒരു പ്രകോപനം കൂടാതെ ഞങ്ങൾ ഇടിക്കുന്നത്. അതായത് ഞങ്ങൾക്കിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല, കോളേജിന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അത്ര പേടിച്ചിട്ടാണ് സാറേ ഞങ്ങൾ നിൽക്കണത്. അതിനൊരു മാറ്റം വേണം. ആ മാറ്റത്തിനാണ് ഞങ്ങൾ ഇപ്പോൾ ഒരുതണത്. അതിന് പോലും സമ്മതിക്കില്ല. ഓർഡർ കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു, പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പ്രിൻസിപ്പാൾ അതിന് കൂട്ടു നിൽക്കണില്ല. എന്താണ് SFI പ്രവർത്തകർ ഈ ഇനോഗ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ട്? SFIയുടെ യൂണിയനാണ്, പക്ഷെ ജനറൽ സെക്രട്ടറി ആൾക്കൊരു ഗുണ്ട ക്യാരക്ടറാണ്. ആള് ഞങ്ങൾ അടിച്ചൊതുക്കാം, ഒരു മഴയില്ലാണ്ട് അടിച്ചു കൊടുക്കുക. അതിനൊരു മാറ്റം വേണം സാർ. ഏതായാലും പ്രവർത്തകരുടെ പ്രതിഷേധം പ്രിൻസിപ്പലിന്റെ റൂമിന് മുന്നിലാണ് ഇപ്പോൾ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത്. പ്രവർത്തകർ പ്രിൻസിപ്പലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസിന്റെ കനത്തൊരു സുരക്ഷ ഇവിടെയുണ്ട്. പോലീസ് പ്രവർത്തകരെ ഈ പ്രിൻസിപ്പലിന്റെ റൂമിന് മുന്നിൽ വെച്ച് തടഞ്ഞിട്ടുണ്ട്. എന്താ
SFI ഗുണ്ടാവിളയായിട്ടാണ് ലോ കോളേജിൽ വർഷങ്ങളായിട്ട് നടക്കുന്നത്. ഇതിനെ കൂട്ടുപിടിക്കാനായിട്ട് പ്രിൻസിപ്പൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ജനറൽ സെക്രട്ടറിനെ അനുജ, ഇപ്പോൾ കൂടുതൽ KSU പ്രവർത്തകർ ഈ പ്രിൻസിപ്പളിന്റെ റൂമിന് വെളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ പ്രവർത്തകർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രിൻസിപ്പളും ഇത്തരത്തിൽ SFIക്ക് കൂട്ടുനിൽക്കുന്നു. ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് KSU പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. 2 മണിക്കൂറായി ഇവർക്ക് ഈ പ്രവർത്തകർക്ക് ഈ SFI പ്രവർത്തകർക്ക് സസ്പെൻഷൻ ഓർഡർ നൽകിയിട്ട്, പക്ഷേ അത് പാലിക്കുന്നില്ല, ആ ഉത്തരവ് നടപ്പിലാക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അനുജ, അതാണ് കോഴിക്കോട് ലോ കോളേജിൽ KSU പ്രതിഷേധിക്കുകയാണ്. അവർ SFIക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നത്. അവിടുത്തെ ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള പ്രതിഷേധം. കൂടാതെ കുറച്ച് പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പാക്കാൻ പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം. പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയും പേര് ഇവിടെ നിൽക്കുന്നത്. ആണുങ്ങളെ പെണ്ണുങ്ങളല്ല, എല്ലാരും അടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ അമൽ എന്ന് പറഞ്ഞൊരു ചേട്ടനെ അടിച്ചു. രാത്രി 1 മണിക്ക് ഇവിടെ ഗുണ്ടായിസ നടക്കുന്നത്. ഇവിടുത്തെ ജനറൽ സെക്രട്ടറി ഋത്തിക്ക് അവനെ അടിച്ചത് വീഡിയോ സഹിതം ഞങ്ങളുടെ പ്രിൻസിപ്പലിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. പക്ഷെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ വാക്ക് മാത്രം. അവൻ സ്റ്റേജിന് മുകളിൽ കയറിയിരിക്കുന്നത്. അവനെ ഇറക്കണം, ഇപ്പൊ തന്നെ അത് സസ്പെൻഡ് ചെയ്ത് വിടണം. സസ്പെൻഡ് ചെയ്തവര് യൂണിയൻ റെപ്രസെന്റേറ്റീവ് ആണ് ആ നിൽക്കുന്നത്. അയാളാണ് ഇന്നലെ ഇയാളെ കയറി അടിച്ചത്. ഇന്നലെ ഏകദേശം 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട് ഞങ്ങൾ ക്രിസ്മസ് കരോൾ കഴിഞ്ഞ് ക്യാമ്പസിൽ വന്നിരിക്കുമ്പോൾ SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടുന്ന കൃത്തിക് എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെ ആസിഫ് എന്ന് പറയുന്ന ഒരു ഗുണ്ട എന്നെ വന്ന് കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും തലയ്ക്ക് 3-4 തവണയോ മാരകമായി മുറിവേൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോട് എൻ്റെ തലയ്ക്ക് അടിക്കുകയും ഒരിടി എൻ്റെ ഷോൾഡറിനടിച്ച് എന്നെ നിലത്തിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകനായ ജോൺ അജിത്തിനും ഹൃത്തിക് എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി മർദ്ദിക്കുകയും ഇതേ തുടർന്ന് ഞങ്ങളുടെ കൊടിമരം നശിപ്പിക്കാനും കൊടികൾ അവിടെ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ SFI നടത്തി. ഇന്ന് പുലർച്ചെ 6 മണി വരെയും ഞാൻ ആ ക്യാമ്പസിലുണ്ടായി. ഞങ്ങളുടെ ഒരു കൊടി പോലും അവിടെ നിന്ന് മാറാത്ത വിധം ഞങ്ങളവിടെ ക്യാമ്പസിൽ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കാവൽ നിന്നു. 6 മണി കഴിഞ്ഞ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ബാക്കി വന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയത്. അത് കഴിഞ്ഞിട്ട് മനഃപൂർവ്വം വ്യാജ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ SFI എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന. എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം? കഷ്ടപ്പെട്ട് നമ്മളും പൈസ കൊടുത്ത് തന്നെയാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നത്. നമുക്ക് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക്. കോഴിക്കോട് ലോ കോളേജിലാണ് KSU പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു.